പശ്ചിമേഷ്യ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. സംഘർഷങ്ങൾ, ആക്രമണങ്ങൾ. പക്ഷേ ഇത്തവണ കളിക്ക് ചില മാറ്റങ്ങളുണ്ട്. നമ്മൾ ഈ കാണുന്ന പുകമറയ്ക്കു പിന്നിൽ ഇറാൻ അതിജീവനത്തിനായി ഒരു പുതിയ തന്ത്രം മെനയുകയാണ്. എന്താണ് ആ പുതിയ കളി? നമുക്ക് നോക്കാം. അപ്പൊ ശരിക്കും എന്താണ് ഇറാന്റെ പ്ലാൻ? ഈ കാണുന്ന ബഹളങ്ങൾക്കും ആക്രമണങ്ങൾക്കുമൊക്കെ പിന്നിൽ അനലിസ്റ്റുകൾ പറയുന്നത് വളരെ കൃത്യമായ എന്നാൽ നിലനിൽപ്പിനായുള്ള ഒരു തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ്. നമുക്കതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. ഇറാന്റെ കളിയിൽ വന്ന ഒരു അടിസ്ഥാനപരമായ മാറ്റമാണിത്. അതായത് പതിറ്റാണ്ടുകളായി അവർ ചെയ്തിരുന്നതെന്താ? തങ്ങളുടെ സഖ്യകക്ഷികളെ വെച്ചൊരു നിഴൽ യുദ്ധം കളിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴോ കളി മാറി. അവരിപ്പോ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഇത് പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈയൊരു തന്ത്രപരമായ മാറ്റത്തിനു പിന്നിലെ കാരണമെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അനലിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാങ്കൽപ്പിക സാഹചര്യത്തിലൂടെ ഒന്ന് പോയി നോക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. 2025 അവസാനത്തിൽ ഇറാനിൽ വലിയ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അതിനിടെ 2026 ഫെബ്രുവരിയിൽ ഒരു US-ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു. അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ ഇറാൻ എങ്ങനെ പ്രതികരിക്കും? ആ പ്രതികരണമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. അപ്പോ ഇറാന്റെ ഈ പുതിയ തന്ത്രം വെറും ഒരു ആക്രമണ പദ്ധതിയല്ല. ഇത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവരെങ്ങനെയാണ് ഈ കളി മാറ്റുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറാന്റെ ഈ തന്ത്രം മനസ്സിലാക്കാൻ ഈ ഒരു വാക്ക് ഓർത്തുവെച്ചാൽ മതി: അസിമെട്രിക് എസ്കലേഷൻ. സംഭവം സിമ്പിളാണ്. ഒരു വലിയ ഗുസ്തിക്കാരനോട് നേരിട്ട് പോയി മുട്ടുന്നതിന് പകരം ചെറിയ കല്ലെടുത്തെറിഞ്ഞ് അയാളെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുക. അത് തന്നെയാണിവിടെയും. ഇറാൻ ഉപയോഗിക്കുന്നത് അത്ര വിലയില്ലാത്ത ഡ്രോണുകളും മിസൈലുകളുമൊക്കെയാണ്. പക്ഷെ അതുകൊണ്ട് ശത്രുവിനുണ്ടാകുന്ന നഷ്ടം അത് വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഈ തന്ത്രത്തിന് പ്രധാനമായും 3 തൂണുകളാണുള്ളത്. 1, തിരിച്ചടിക്കുക, ചെറുത്തുനിൽക്കുക. 2, ഈ യുദ്ധത്തിന്റെ വില അല്ലെങ്കിൽ അതിന്റെ ഭാരം ലോകം മുഴുവൻ അറിയുന്ന രീതിയിലേക്ക് മാറ്റുക. 3, രാജ്യത്തിനകത്ത് ഭരണം ഉറപ്പിക്കുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം തിരിച്ചടിക്കുക, ചെറുത്തു നിൽക്കുക. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടാൽ സ്വാഭാവികമായും ശത്രുക്കൾ എന്താ കരുതുക? രാജ്യം തളർന്നുപോയെന്ന്. ആ ഒരു ധാരണ തിരുത്തണം. ഞങ്ങൾ ദുർബലരല്ല, ഇനിയും ഇങ്ങോട്ട് വന്നാൽ ഇതിലും വലുത് കിട്ടുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക. അതാണ് ഇറാന്റെ ആദ്യത്തെ ലക്ഷ്യം. ഇതിനായി അവർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അച്ചുതണ്ടില്ലാത്ത ചെറുത്തുനിൽപ്പ്. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടെഹ്റാനിൽ നിന്ന് ഓർഡർ വരാൻ കാത്തുനിൽക്കാതെ ലെബനനിലെ ഹിസ്ബുള്ളയെപ്പോലുള്ള പ്രാദേശിക സഖ്യകക്ഷികൾ അവരവരുടെ നിലയ്ക്ക് ആക്രമണങ്ങൾ നടത്തുന്നു. കുറഞ്ഞ ചെലവുള്ള ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ശത്രുവിന് പരമാവധി നാശനഷ്ടമുണ്ടാക്കുക. അതുവഴി തങ്ങളുടെ കരുത്ത് വീണ്ടും വീണ്ടും തെളിയിക്കുക. അതാണ് ഗെയിം. ഇനി രണ്ടാമത്തെ തൂണിലേക്ക് വരാം. ഇത് വളരെ നിർണായകമായൊരു നീക്കമാണ്. അതായത് ഈ യുദ്ധം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കരുത്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അറിയണം. അതാണ് ഇറാന്റെ അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടി അവർ മനഃപൂർവ്വം യുദ്ധത്തിന്റെ വ്യാപ്തി കൂട്ടുകയാണ്. പ്രശ്നം ആ റീജിയണിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. അമേരിക്കയുടെ സഖ്യകക്ഷികളെ കൂടി ഇതിലേക്ക് വലിച്ചിഴച്ച് വാഷിംഗ്ടണിന്റെ തലവേദന കൂട്ടണം. അതാണ് പ്ലാൻ. അതായത് UAE, ഖത്തർ, കുവൈറ്റ് പോലുള്ള ഗൾഫ് രാജ്യങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ള US ബേസുകളിലും മറ്റു പ്രധാന സ്ഥലങ്ങളിലും ആക്രമണം നടത്തുക. ഇതിലൂടെ ഇറാൻ കൊടുക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ്: ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിക്കും മാറി നിൽക്കാൻ പറ്റില്ല. ഇത് സ്വാഭാവികമായും ഈ രാജ്യങ്ങളെ പേടിപ്പിക്കും, യുദ്ധം നിർത്താൻ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ ഗ്ലോബൽ ഇംപാക്റ്റിലേക്ക് വരാം. ഈ പശ്ചിമേഷ്യയിലെ ഒരു പ്രാദേശിക സംഘർഷം എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരു വിഷയമാകുന്നതെന്ന് നോക്കാം. ഈ വിശകലനത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണിത്. ഇറാനിന്റെ ഏറ്റവും വലിയ ആയുധം അവരുടെ സൈന്യമോ മിസൈലോ അല്ല, മറിച്ച് ആഗോള സമ്പദ്വ്യവസ്ഥയെ താളം തെറ്റിക്കാനുള്ള അവരുടെ കഴിവാണ്. ഈ കണക്ക് നോക്കൂ, ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ലോകത്തിലെ മൊത്തം എണ്ണയുടെ 20%, അതായത് 1/5 കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ആ കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഒരു ഭീഷണി മുഴക്കിയാൽ മാത്രം മതി ലോകത്തിലെ എണ്ണ വിപണിയും സപ്ലൈ ചെയിനും എല്ലാം താറുമാറാവും. അപ്പോ ഈ സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഈ യുദ്ധം തുടരുന്നത് ലോകത്തിന് താങ്ങാൻ പറ്റാത്തത്ര ചെലവേറിയതാക്കുക. അങ്ങനെ വരുമ്പോൾ യൂറോപ്പ്, ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ തന്നെ ഒരു വെടിനിർത്തലിനായി മുന്നോട്ടു വരാൻ നിർബന്ധിതരാകും. ഇനി നമുക്ക്
അവസാനത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണിലേക്ക് വരാം. പുറത്തുനിന്നുള്ള ശത്രുക്കളെ നേരിടുന്നതിനോടൊപ്പം തന്നെ ഇറാൻ എങ്ങനെയാണ് രാജ്യത്തിനകത്ത് തങ്ങളുടെ ഭരണം ഉറപ്പിച്ചു നിർത്തുന്നത്? ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇറാനിലെ ഭരണകൂടം ഒരേ സമയം 2 യുദ്ധങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, പുറത്തുനിന്നുള്ള അമേരിക്കൻ ഇസ്രേലി ആക്രമണങ്ങൾക്കെതിരെ. 2, അതിനേക്കാൾ വലിയ ഭീഷണിയായ രാജ്യത്തിനകത്ത് 2025 തുടങ്ങിയ വൻ ജനകീയ പ്രക്ഷോഭത്തിനെതിരെ. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഭരണം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ അവർ പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആക്രമണത്തെ ഒരു ദേശീയ പ്രതിരോധ വിഷയമാക്കി മാറ്റി ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം തന്നെ രാജ്യത്തിനകത്തുള്ള പ്രതിഷേധങ്ങളെ അതിശക്തമായി അടിച്ചമർത്തുന്നു. ഈ സമയത്തെല്ലാം ഭരണകൂടത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ആണ്. അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഭരണ സംവിധാനത്തെ എന്തു വില കൊടുത്തും നിലനിർത്തുക എന്നതാണ്. ശരി, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാലോ? ഇറാന്റെ ഈ പുതിയ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തത് അതിജീവനം. എന്ത് സംഭവിച്ചാലും ഭരണം കൈവിട്ടുപോകാതെ നോക്കുക. രണ്ടാമത്തത് പ്രതിരോധം, അതായത് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശത്രുക്കളെ ഭയപ്പെടുത്തി നിർത്തുക. മൂന്നാമത്തത് പ്രശ്നത്തിന്റെ തീവ്രത കൂട്ടുക. ഹോർമുസ് കടലെടുക്ക് പോലുള്ള വഴികൾ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലോകത്തെ സമ്മർദ്ദത്തിലാക്കുക. പിന്നെ അവസാനമായി പ്രാദേശികമായ ഒരു അസ്ഥിരത സൃഷ്ടിച്ച് ആ കളിയിൽ തങ്ങളെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ശക്തിയെ നിലനിർത്തുക. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഇറാൻ ഇവിടെ ലക്ഷ്യമിടുന്നത് ഒരു സമ്പൂർണ്ണ സൈനിക വിജയമൊന്നുമല്ല, മറിച്ച് ലോകം മുഴുവനൊരു അസ്ഥിരതയുണ്ടാക്കി ആ സമ്മർദ്ദം ഉപയോഗിച്ച് തങ്ങളുടെ ഭരണം സുരക്ഷിതമാക്കുന്ന ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പിലെത്തുക. അതാണ് അവരുടെ അൾട്ടിമേറ്റ് ഗോൾ. അപ്പോൾ പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ കണ്ടിരുന്ന ആ നിഴൽ യുദ്ധത്തിന്റെ നിയമങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. കളി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറുമ്പോൾ പശ്ചിമേഷ്യയുടെയും ഒരുപക്ഷേ ലോകത്തിന്റെ തന്നെയും ഭാവി എന്തായിരിക്കുമെന്നൊരു വലിയ ചോദ്യമാണ് നമ്മുടെ എല്ലാം മുന്നിൽ ബാക്കിയാവുന്നത്.